പുതിയ എന്റർപ്രണറെ സംബന്ധിച്ച് അയാളൊരു പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നു. അയാൾക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കൊമേഴ്സിന്റെ സാധ്യതയിൽ ഒഴുകി സെല്ല് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി വരുന്നൊരു പീരീഡ് ഓഫ് ടൈം എങ്ങനെയാണ്? ഇതിൽ കാറ്റഗറി വൈസ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഫുഡ് പ്രൊഡക്ട്സ് ഒഴിച്ച് ബാക്കിയുള്ള പ്രൊഡക്റ്റുകളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ പ്രൊഡക്റ്റിൻ്റെ പിക്ചേഴ്സ് നല്ല ഇമേജസ് തരികയാണ്. അവരുടെ GST ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും തരികയാണെങ്കിൽ നമുക്ക് 48 hours പ്രൊഡക്റ്റ് ലൈവാക്കി കൊടുക്കാൻ പറ്റും. ഫുഡ് പ്രൊഡക്റ്റിൽ പല കാറ്റഗറിയിൽ നമുക്ക് അപ്രൂവൽ കിട്ടേണ്ട സമയം വരും. അപ്പോൾ അപ്രൂവലിന് നമുക്ക് FSIയുടെ അപ്രൂവൽ വരും. EIN കോഡുകൾ, അതായത് നമ്മുടെ ബാർകോഡുകൾ, ചില കാറ്റഗറിയിൽ ബാർകോഡ് ഉണ്ടെങ്കിൽ ബാർകോഡ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള അത് വരും. അപ്പോൾ ഫുഡ് പ്രൊഡക്ട്സിന് നമ്മൾ സാധാരണ 7 days ആണ് നമ്മൾ പറയാറുള്ളത് ക്ലയൻറ്റിൻ്റെ അടുത്ത്. 7 days കൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കും, പ്രൊവൈഡഡ് ദർ ഇസ് നോ പ്രോബ്ലം. യൂഷ്വലി 7 days ക്ലിയറൻസ് ആവാത്ത പ്രൊഡക്റ്റുകൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇഷ്യൂ വെച്ചാൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ലോക്ക്ഡ് ആയിട്ടുള്ള കുറേ കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രഷ് ഫുഡ് ഐറ്റംസ് ലോക്ക്ഡ് കാറ്റഗറിയാണ്. അവിടെ നമുക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആമസോൺ നൗ ഉള്ളിടത്ത് മാത്രമാണ് ഫ്രഷ് പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പെറ്റിൻ്റെ റേഞ്ചസിൽ പല പ്രൊഡക്റ്റ് സാധനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതല്ലാത്ത പ്രൊഡക്റ്റുകളൊക്കെ ഗവൺമെൻറ് ഇതിൽ വരുന്നത് 7 days, മറ്റേത് 48 മണിക്കൂറുമാണ് നമുക്ക് വേണ്ടത്. 2 working days ഇൻ ബേസിക്കലി 2 working days കൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ് ലൈവാക്കി കൊടുക്കാം. അത്രയും സ്പീഡിൽ നമുക്കൊരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാനായിട്ട് പറ്റും. യെസ്.